KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുമോ ഇല്ലയോ എന്ന ചോദ്യത്തിനേക്കാൾ പ്രസക്തി ഏറെയുള്ള മറ്റൊരു വിഷയം, കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എന്തൊക്കെയാകും കോൺഗ്രസിൽ ഉണ്ടാകുക എന്നുള്ളതും, ഒപ്പം കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ മാറ്റുമ്പോൾ AICCക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ എന്നതുമാണ്. അതിൽ കെ സുധാകരന് പകരക്കാരനായി അധ്യക്ഷ സ്ഥാനത്തേക്ക് പലരുടെയും പേരുകൾ ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ കെ സുധാകരനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുവാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ. ഇന്ന് കണ്ണൂരിൽ വെച്ച കെ സുധാകരനുമായി KC വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അത്തരത്തിൽ എളുപ്പത്തിൽ കെ സുധാകരനെ മാറ്റാൻ കഴിയില്ല. കാരണം കണ്ണൂർ പോലെ ഇടതുപക്ഷത്തിന്റെ കോട്ടയായ ഒരു സ്ഥാനത്ത് കോൺഗ്രസിന് വേരും മുഖവും ഉണ്ടാക്കിക്കൊടുത്ത ശക്തനായ നേതാവാണ് കെ സുധാകരൻ. കണ്ണൂരിൽ 2019-ലെയും 2024-ലെയും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്നത് ആ കോൺഗ്രസ് പ്രവർത്തകർ തൻ്റെ മേലിൽ വെച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുത്തിലാണ് എന്ന കെ സുധാകരൻ പറഞ്ഞുകൂടി വെക്കുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലുമുള്ള സ്വീകാര്യത അത്രമേൽ ശക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് കെ സുധാകരൻ. പാർട്ടി ആവശ്യപ്പെട്ടാൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ തയ്യാറാണ് എന്നും കടിച്ചു തൂങ്ങിക്കിടക്കാൻ താൻ തയ്യാറല്ല എന്നും കെ സുധാകരൻ ബോധ്യപ്പെടുത്തുമ്പോഴും ആ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയാൽ, അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയാൽ MP സ്ഥാനം രാജിവെക്കുന്നതിനെ പറ്റി കൂടി താൻ ചിന്തിക്കുമെന്ന് പറയുമ്പോൾ കണ്ണൂരിൽ പിന്നെ ആരെ മത്സരിപ്പിക്കുമെന്ന ചോദ്യമൊക്കെ പിന്നീടൊരു വലിയ ചർച്ചാ വിഷയമാകുവാനുള്ള സാധ്യതയുണ്ട്. കാരണം കെ സുധാകരനെ മാറ്റിയാൽ വലിയൊരു വിഭാഗം അത് മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിക്കുകയും ചെയ്യും. കെ സുധാകരൻ നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനവും MP സ്ഥാനവും രാജിവെച്ചാൽ ഒരു സമയത്ത് വാർത്താ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം അദ്ദേഹം BJPയിലേക്ക് പോകുമോ എന്ന ചോദ്യം. ആ ചോദ്യത്തെ വീണ്ടും പൊടിതട്ടിയെടുക്കുവാനുള്ള സാധ്യതയും വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ സമവായ ചർച്ചയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിന് KPCC അധ്യക്ഷനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുൻനിര നേതാക്കന്മാരിലെ ഏറ്റവും പ്രധാനിയായി തന്നെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റൊരു നേതാവിനെ കൊണ്ടുവന്നാൽ ചെയ്യേണ്ടത് എന്ന തീരുമാനമാണ് ഇപ്പോൾ AICC എടുത്തിട്ടുള്ളത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കന്മാരെ മാറ്റിക്കൊണ്ട് ഒരു അടിമുടി നേതൃമാറ്റത്തെ പറ്റിയിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇപ്പോൾ കണ്ണൂരിൽ വെച്ച് ചർച്ച നടക്കുന്നത് ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതിന് മുമ്പ് ഒരു സമവായ ചർച്ചയിൽ നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രശ്നങ്ങളോ കോലാഹലങ്ങളോ പാർട്ടിയിൽ ഉണ്ടാക്കാതെ വളരെ സൗമ്യമായി നിലപാടുകൾ സ്വീകരിക്കുക എന്ന തീരുമാനത്തിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ KC വേണുഗോപാലും കെ സുധാകരനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കെ സുധാകരന് പകരക്കാരനായ അധ്യക്ഷ സ്ഥാനത്തേക്ക് പേര് വയ്ക്കുന്ന മുതിർന്ന നേതാക്കന്മാരാണ്. ഒന്ന് രമേശ് ചെന്നിത്തലയുടെ പേരാണ്, മറ്റൊന്ന് കെ മുരളീധരൻ്റെ പേരാണ്. ഇവർ രണ്ടുപേരുടെയും പേരുകൾക്ക് പ്രാധാന്യം ഏറെ നൽകുന്നുണ്ട്. സാമുദായിക സമവാക്യങ്ങളെ ഏകോപിപ്പിക്കുവാൻ കഴിയുന്ന നേതാക്കന്മാരാണ്. അവർക്ക് ജാതീയ സമവാക്യങ്ങളെ ഏകോപിപ്പിക്കുവാൻ കഴിയുന്ന കരുത്തുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ടാണ് കെ മുരളീധരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പേരുകൾ മുന്നിലേക്ക് വയ്ക്കുന്നത്. അത്തരത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തൻ്റെ പേര് പരാമർശിക്കുന്ന സാഹചര്യത്തിൽ പോലും രമേശ് ചെന്നിത്തല പറയുന്നത് കെ സുധാകരൻ്റെ പ്രവൃത്തി നല്ല രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ അതിൽ മുൻനിരയിൽ നിന്ന് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്, മികച്ച വിജയം കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ മാറ്റുന്നത്? നിലവിലത്തെ സാഹചര്യത്തിൽ കെ സുധാകരനെ മാറ്റേണ്ട ആവശ്യമില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ അതിന് പിന്നാലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, VD സതീശന് അത്തരത്തിലൊരു ആവശ്യമുണ്ട് എങ്കിൽ അദ്ദേഹം പറയട്ടെ എന്നുള്ളതാണ്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ VD സതീശന് കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം എന്താണ് ഇത്ര ശക്തമായി മുൻപോട്ട് വെക്കുന്നത് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തണമെന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നു രമേശ് ചെന്നിത്തല എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അവിടെ ഉണ്ടാകുന്ന മറ്റു ചില പ്രശ്നങ്ങൾ, സാമുദായികപരമായി എല്ലാ മതവിഭാഗങ്ങൾക്കും സാമുദായിക വിഭാഗങ്ങൾക്കും ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന, ആ വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം. മറ്റൊന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പുകളെയൊക്കെ ബാധിക്കും നിലവിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയാൽ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ അത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന
ചില ചർച്ച കൂടി ഹൈക്കമാൻഡിൽ ശക്തമായി ഉണ്ടാകുന്നുണ്ട്. അതല്ലാതെ അദ്ദേഹത്തെ കൂടി രമ്യതയിൽ ചർച്ചയിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താം എന്ന തീരുമാനത്തിലേക്ക് ഒരു വിഭാഗം നേതാക്കന്മാരെത്തുമ്പോൾ ആ ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഒലപ്പടക്കമൊന്നും കാട്ടി തന്നെ പേടിപ്പിക്കേണ്ട എന്ന് അദ്ദേഹവും തുറന്നടിക്കുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുവാൻ തന്നെയാണ് കെ സുധാകരന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന ഹൈക്കമാൻഡിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തൻ്റെ അധ്യക്ഷ സ്ഥാനത്തിൽ സംതൃപ്തരാണ് എന്ന ഒരു ചിന്ത കൂടി കെ സുധാകരനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കെ സുധാകരൻ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ട ആവശ്യകത ഇല്ല എന്ന തീരുമാനമായിരിക്കും ഹൈക്കമാൻഡ് എടുക്കുക എന്ന ചിന്തയാണ് ഇപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ചുള്ളത്. അവിടെ കെ സുധാകരനെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായും കെ സുധാകരനോടൊപ്പം പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തേക്ക് വന്ന വി ഡി സതീഷിനെയും മാറ്റണമെന്ന വാദം ശക്തമായ രീതിയിൽ കെ സുധാകരന്റെ പക്ഷം ഉയർത്തും എന്ന ഒരു ചർച്ച കൂടി ഹൈക്കമാൻഡിൽ ശക്തമായി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രമ്യതയിൽ പരിഹരിച്ച കൃത്യമായി ചർച്ച നടത്തി മുൻനിര നേതാക്കന്മാരുമായി ചർച്ച നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി കെ സുധാകരന് പകരക്കാരനായി ആരെ വെച്ചാലും അദ്ദേഹം ഗ്രൂപ്പുകൾക്ക് അതീതനായിരിക്കണം. എല്ലാ ഗ്രൂപ്പുകളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ആളായിരിക്കണം. സാമുദായിക ജാതി സംഘടനകളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം. എല്ലാ മുൻനിര നേതാക്കന്മാർക്കും പരിഗണനയിൽ എടുക്കുവാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ നിന്ന് നയിക്കുവാൻ കഴിയുന്ന അനുഭവ പാഠവുമുള്ള ഒരു നേതാവായിരിക്കണം എന്നടക്കമുള്ള പല കാര്യങ്ങളും നിലവിൽ ഹൈക്കമാൻഡ് പ്രധാനമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ എ കെ ആന്റണിയും ശശി തരൂരും മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മുൻനിര നേതാക്കന്മാരെല്ലാം പറയുന്നത് കെ സുധാകരൻ തുടരട്ടെ എന്നാണ്. അദ്ദേഹത്തെ മാറ്റേണ്ട രീതിയിലുള്ള എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത് എന്ന ചോദ്യമാണ് അവർ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ ഉയർത്തുന്നത്. ഇനി വി ഡി സതീശനും കെ സി ജോസഫും എം എം ഹസനും ഷാഫി പറമ്പിലും അടങ്ങുന്ന മറ്റൊരു നിര കെ സുധാകരനെ മാറ്റണം. തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു പുനഃസംഘടന നടത്താതെ പോയതിൻ്റെ തിരിച്ചടിയായിരുന്നു രണ്ടാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ട തരത്തിലേക്ക് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായത്. അത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകരുത്. വി ഡി സതീശൻ പാർട്ടിയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ചിന്തിക്കുന്നത് എന്ന വാദമൊക്കെ ഉയർത്തുന്ന മറ്റ് ഒരു മുൻനിര നേതാക്കന്മാരും കോൺഗ്രസിലുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. ഇവിടെ ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് ശേഷം എടുത്ത തീരുമാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. പാർട്ടിക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന, ഗ്രൂപ്പുകൾക്ക് അംഗീകരിക്കുവാൻ കഴിയുന്ന, പ്രശ്നങ്ങളില്ലാതെ എല്ലാവരെയും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവിനെ തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് ദീപാദാസ് മുൻഷി പറയുമ്പോൾ നിരവധി പേരുടെ പേരുകളായിരുന്നു DCCയിൽ നിന്നും KPCC നേതൃനിരയിൽ നിന്നുമൊക്കെ ദീപാദാസ് മുൻഷിയുടെ മുൻപിലേക്ക് എത്തിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് ആന്റോ ആന്റണിയുടെ പേരാണ്. ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്തുണയുള്ള നേതാവാണ് ആന്റോ ആന്റണി. നിലവിൽ ക്രൈസ്തവ വിഭാഗത്തെ കോൺഗ്രസോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് MP കൂടിയായ ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനായി കൊണ്ടുവരണമെന്ന ആവശ്യമുയർത്തുന്ന ഒരു വിഭാഗം നേതാക്കന്മാർ. മറ്റൊന്ന് അടൂർ പ്രകാശാണ്. തെരഞ്ഞെടുപ്പുകളെ കൃത്യമായി നയിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തുള്ള നേതാവാണ്. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളെല്ലാം മൃഗീയമായ രീതിയിൽ വിജയിച്ച് മുൻപോട്ട് വന്നിട്ടുള്ള നേതാവാണ്. കോൺഗ്രസിന് യാതൊരു തരത്തിലുള്ള അടിവേരും ഇല്ലാത്ത ഇടങ്ങളിലാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സാമുദായിക സംഘടനകളുടെ പിൻബലം കൂടിയുള്ള അടൂർ പ്രകാശിനെ, തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന കരുത്തുള്ള അടൂർ പ്രകാശിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന വാദമുയർത്തുന്ന മറ്റു ചില നേതാക്കന്മാർ. പഴയ എ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി ബെന്നി ബെഹനാനെയും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നവരുണ്ട്. VS സുകുമാറിന്റെ പേര് പറയുന്നവരുണ്ട്. തിരുവനന്തപുരം DCC അധ്യക്ഷനായ പാലോട് രവിയുടെ പേര് മുൻപോട്ട് വെക്കുന്നവരുണ്ട്. അങ്ങനെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ദ്രുതഗതിയിൽ KPCC അധ്യക്ഷനെ മാറ്റാൻ കഴിയില്ല. തന്ത്രപരമായ ചർച്ചകൾ വേണം, സുതാര്യമായ ചർച്ചകൾ വേണം. മുതിർന്ന നേതാക്കന്മാരുമായി, പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരുമൊക്കെ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും കെ സുധാകരനെ അങ്ങനെ മാറ്റിയാൽ ഈ പറഞ്ഞ പേരുകളല്ലാതെ പിന്നീട് മുൻപോട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് കെ മുരളീധരൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും പേര് കൂടിയാണ്.